അസ്സലാമലൈക്കും. ഇന്ന് കുഞ്ഞാപ്പുമില്ല, ഉമ്മയില്ല. ഇന്ന് എൻ്റെ ഒരു അനുഭവം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ വേണ്ടി വരികയാണ്. ഒരു സ്ത്രീക്കായാലും ഒരു പുരുഷനായാലും പല പല അനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ. ഇന്നെന്തോ സ്ത്രീയുടെ ഒരു അനുഭവം ഞാൻ പറയും, ഒരു പുരുഷൻ്റെ അനുഭവം പറയും. നമ്മുടെ ജീവിതത്തിൽ പലർക്കും പല ടെൻഷൻ എങ്ങനെ വരുമെന്ന് അറിയാൻ പറ്റില്ലല്ലോ. തീർച്ചയായും നിങ്ങൾ കാണണം, കണ്ടിരിക്കേണ്ട ഒരിതാണ്. എൻ്റെ വാക്കുകൾ നിങ്ങൾ ഒഴിവാക്കരുത്, ഞാൻ പറഞ്ഞ് കേൾക്കണം. എൻ്റെ ഒരു കുടുംബത്തിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അന്ന് ഇന്നും എൻ്റെ ഭാര്യയും മക്കളൊക്കെ ക്ഷണിച്ച് ഞങ്ങൾ പോവുമായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ 5 പൈസ ഇല്ല. അങ്ങനെ ഞാൻ ഇവൻ്റെ തന്നെ വാവാൻ്റെ തന്നെ സാജിൻ്റെ തന്നെ 500 രൂപ മേടിച്ച്, ആകെ 500 രൂപ. അപ്പോൾ പെണ്ണുങ്ങളോട് പറഞ്ഞേടി ആകെ 500 രൂപ ഉള്ളൂ, ഇപ്പോൾ നമ്മൾ ചെന്നാൽ. അപ്പോൾ അവൾ പറയാം അത് സാരില്ല, നമുക്ക് എന്തെങ്കിലും വാങ്ങാറുണ്ട്. അങ്ങനെ ഒരു ബസ് പൈസയും സാധനം കൂടി ഒക്കെ പോയിട്ട് ഒരു 200 രൂപയുടെ മേലെ ആയി. അങ്ങനെ ഞങ്ങൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ഒരു 5 മണി കഴിയുമ്പോൾ വീട്ടിൽ പോകാറുണ്ട്. പോള് പറഞ്ഞു പെരേക്ക് പോരെ, എല്ലാവരും അവിടെ കണ്ടമാനം ആൾക്കാരുണ്ടായിരുന്നു. എല്ലാവരും ഇവിടെ കടപ്പുറം കാണാൻ പോകുന്നുണ്ട് കാരണം, കടപ്പുറം എന്നെ കൂട്ടായ ഭാഗത്തൊക്കെ പോകുന്നത് കാരണം. അത് കേട്ടപ്പോൾ എൻ്റെ പോക്കറ്റിൽ ആകെ 250 രൂപ കൊടുത്തിൻ്റെ. അപ്പോൾ അവൾ പറഞ്ഞു നമ്മളധികം പൈസ എടുക്കണ്ട, വണ്ടിക്ക് എല്ലാവരും പൈസ എടുക്കുന്നുണ്ട്, നിങ്ങളൊരു 100 രൂപ തന്നാൽ മതി പറഞ്ഞു. അപ്പോൾ ഇപ്പം 100 രൂപ ആദ്യം പറഞ്ഞു പോകണ്ട, ഞാനില്ലൊക്കെ തലവേദനയ്ക്ക് വണ്ടിയിലൊക്കെ ഇരുന്ന തലവേദനയ്ക്ക് പറഞ്ഞു. അപ്പോൾ അവരെല്ലാവരും പറയാ എന്താണ് വാ അനീഫ, ഞങ്ങളൊക്കെ പോകണ്ടല്ലോ വലിയ വാങ്ങുന്നുണ്ട്. അവരെന്നെ കുട്ടികളും 5-8 കുട്ടികളും പിന്നെ വലിയ ആൾക്കാരെ കൂടി കൂട്ടിയിട്ട് കുറച്ച് അത്തോനെ ആൾക്കാരുണ്ട്. അങ്ങനെ 100 രൂപയും കൊടുത്ത് പിന്നെ എൻ്റെ കയ്യിൽ ആകെ 150 രൂപയാണ്. ഇത് കണ്ടുവരും വേണം. അപ്പം തന്നെ എൻ്റെ മോൻ പറയുന്നുണ്ട് ഉപ്പാക്ക് ഐസ്ക്രീം മേടിക്കണം കേട്ടാന്ന്. അപ്പോൾ ഞാൻ പറയും അതവിടെ എത്തട്ടെ, ഐസ്ക്രീമൊക്കെ പിന്നെ മേടിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ മോനക്ക് ഒരു ഐസ്ക്രീം മേടിച്ചാൽ മാത്രം പോരല്ലോ, അവിടെ 5-8 കുട്ടികളുണ്ടല്ലോ, ചെറിയ കുട്ടികളുണ്ടല്ലോ. അങ്ങനെ ഞാൻ പെണ്ണുങ്ങളോട് പറഞ്ഞു നമുക്ക് പോകണ്ട, തിരിക്കുക അവിടെ നിർത്തിക്കാളെ പോകണ്ടെന്ന് പറഞ്ഞപ്പോഴും അപ്പോൾ കുടുംബക്കാരൊക്കെ പറയുന്നുണ്ട് എൻ്റെ പെണ്ണുങ്ങളോട് എന്നെ സഹിക്കണം കേട്ടോ, എൻ്റെ ഭർത്താവ് ഇങ്ങനത്തെ ഒരാൾ, അളിയ ഇങ്ങനത്തെ ഒരാളാണല്ലേ, എന്നെ സമ്മതിച്ചിക്കണ്. എന്നിട്ട് അവരിങ്ങനെ വിറുവിറുക്കുന്നുണ്ട്. കാരണം ഇങ്ങനെ കൂരണ്ടാന്ന് അവരെ മനസ്സിലുണ്ട് ഞാൻ ഭയങ്കര കൂരനാണ്, ഇത്രയൊരു കൂരണ്ടാ ഒരു ഭാഗത്തേക്കും കൊണ്ടുപോകില്ല. അങ്ങനെ എങ്ങനെ പറഞ്ഞു. ഞാൻ അതല്ല, ഞാൻ എൻ്റെ കയ്യിലാകെ 100 രൂപയുള്ളൂ. ഇതായിട്ട് അവിടെ പോവും വേണം. കുട്ടിയാണെങ്കിൽ ഐസ്ക്രീമിന് വേണ്ട, എൻ്റെ ഒരു കുട്ടിക്ക് മാത്രം മേടിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. ഒരു ഐസ്ക്രീമിന് ഒരു 15 രൂപ കൂട്ടിയാലും എത്രയായി, അതിന് ഒരു 20 രൂപ ആയിക്കോട്ടെ, എന്നാലും മറ്റുള്ളവർക്കും മേടിച്ചു കൊടുക്കണ്ടേ. ഞാൻ അള്ളാഹിനോട് പറഞ്ഞു എന്താ ഇപ്പം ഞാൻ ചെയ്യുക, ഒരു നിൽക്കുന്ന ആർട്ടണി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒക്കെ എന്തായാലും ആർട്ടണിൻ്റെ ഉള്ള ഒരാളാണ്, ഞാൻ ഗുളിക കുടിക്കുന്ന ആളാണ്. ഞാൻ ഗുളികൊക്കെ എടുത്ത് കുടിച്ച് എന്നിട്ട് ഞാൻ പെണ്ണുങ്ങളോട് പറഞ്ഞു തിരിക്കാണ്ട് പോണ്ടാന്ന്. അപ്പോൾ നിങ്ങളെന്തെങ്ങനെ പറഞ്ഞു എല്ലാവരും പോവില്ല എന്തായാലും പോകാമെന്ന് പറഞ്ഞ് അവിടെ വൈകിട്ട് ഒരു 6 മണിക്ക് എത്തി ഞങ്ങൾ. അപ്പം തന്നെ എൻ്റെ മകൻ പറഞ്ഞു, അല്ലേ മകൻ പറഞ്ഞു ഉപ്പ ഐസ്ക്രീം വേണട്ടാന്ന്. അപ്പോൾ കുട്ടികൾ പറഞ്ഞു, അപ്പോൾ എല്ലാവരും വട്ടളഞ്ഞ് ഐസ്ക്രീം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ വാങ്ങാൻ കുറച്ച് കേട്ട ഒന്ന് കാണാണ്ട് പോകാറുണ്ട്. ഞാൻ കുറച്ചുകൊണ്ട് ഒതുങ്ങി നിന്ന് എനിക്ക് കരയണോ എന്തോന്നും അറിയാൻ പറ്റില്ല. കാരണം മേടിച്ചു കൊടുക്കണമില്ലേ, നമ്മളെ കയ്യിൽ പൈസ ഇല്ല. ഇനിയിപ്പോൾ ഞാൻ മേടിച്ചു കൊടുക്കുക എല്ലാവർക്കും തേയില്ല, ഞാൻ അവിടെ നാണം കെടും ചെയ്യും, പിന്നെ തിരിച്ച് വീട്ടിലെടുക്കാൻ പോകാനുള്ള പൈസ ഇല്ല. അങ്ങനെയാണ് ഇതാണ് പറഞ്ഞത്. ചില സമയത്ത് നമ്മൾ പടച്ചോൻ പല രൂപത്തിലും രക്ഷിക്കും എന്നുള്ളത്. അന്ന് അതേ മഴ ഉണ്ടായിരുന്നില്ല, കുറച്ചണ്ട് കഴിഞ്ഞപ്പോൾ മഴ ഭയങ്കര മഴയോട് മഴ. അപ്പം തന്നെ എല്ലാവരും കൂടി വണ്ടിയിലാണ് വണ്ടിയിൽ കയറിയിട്ട് എല്ലാവരും കൊണ്ട് തിരിച്ച് പടച്ചോനെ. അപ്പോഴാണ് ഞാൻ മനസ്സിലായി അള്ളാഹു എന്തെങ്കിലും രൂപത്തിൽ നമ്മൾ രക്ഷിക്കുമെന്ന് എനിക്ക് മനസ്സിലായി. കുറേ അങ്ങോട്ട് വന്ന് ആലത്തൂർ അവിടെ എത്തിയപ്പോഴൊന്നും അവിടെ ഒന്നും മഴയില്ല. പിന്നെ ഞങ്ങളവിടെ ആലത്തൂർ ഇറങ്ങി എല്ലാവരോടും യാത്ര പറഞ്ഞ്. അപ്പോഴൊക്കെ ഓരോരുത്തരും എൻ്റെ മൂത്തൊക്കെ എൻ്റെ പെണ്ണുങ്ങളോട് അറിയുന്നുണ്ട്, ഞാൻ കേൾക്കുന്നുണ്ട് എന്നെ സമ്മതിച്ചിക്കണ്. ഓരോ കാര്യം വലിയൊരു കൂരനെ ഞാൻ വെച്ചിട്ടാണ് ഇങ്ങനെ പറഞ്ഞത്. എടീ എന്നെ സമ്മതിച്ച് കിട്ടാണ് ഓളെ ബാക്കിയുള്ളവരായി പറയുന്നത്. ഞാൻ അതൊന്നും കേട്ടില്ല, അത്രയും മനസ്സിൽ സന്തോഷം കൊണ്ട് ആ മഴ വന്ന കാരണം. അങ്ങനെ ഞങ്ങൾ അപ്പം തന്നെ ഒരു KSRTC ബസ് കിട്ടി. അങ്ങനെ ഞങ്ങൾ നെരിപ്പാറിൻ്റെ ഇറങ്ങി അവിടെ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് പെരയിലെത്തി. എൻ്റെ പെണ്ണുങ്ങളോട് ചോദിച്ച് അനക്ക് അറിയണല്ലേ എൻ്റെ ആകെ എത്ര പൈസ ഉള്ളതെന്ന്. അവരെ മുന്നേ നാണം കെട്ട് പ്രശ്നമില്ല, എന്നാലും അള്ള എന്നെ വല്ലാത്ത രക്ഷിച്ചു കാരണം. അപ്പോഴാണ് പെണ്ണുങ്ങൾ മേപ്പോട്ട് വെക്കണം അതും ശരിയാണല്ലേ. അപ്പോൾ ഓള് അറിഞ്ഞോട് ഞാൻ പെട്ടെന്ന് മറന്ന്. ഓളെ പറഞ്ഞിട്ടും കാര്യമില്ല, ഓളെ ഏടത്തിൻ്റെ മക്കളും
ഏടത്തെയും കൂട്ടുകാരും കുടുംബക്കാരൊക്കെ കണ്ടപ്പോൾ ഓള് അങ്ങനെ പുറത്തേക്കൊന്നും ഇറങ്ങാത്ത ആളാണ്. അപ്പോൾ ഈ കൂട്ടായി കടപ്പുറമാണല്ലോ, ഈ കടപ്പുറം കൂട്ടായി അല്ല, അതിൻ്റെ പേരേ മറന്ന് എന്താണ് പൊന്നാനി കഴിഞ്ഞിട്ട് അപ്പുറം അക്കരെ എന്താ പറയും കാജി, ആ പടിഞ്ഞാറക്കര ആ സ്ഥലത്താണ്. അപ്പോൾ ഓള് അതിങ്ങനെ കാണില്ല. അപ്പോൾ ഓൾക്കൊരു സന്തോഷം. അപ്പോൾ ഓളെ അതിൽ ലയിച്ചു പോയതാണ്. അപ്പോൾ നമ്മൾ ഓളയും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഞാൻ ഓളെ വീട്ടിലേക്ക് പോകുമ്പോഴൊക്കെ ഇവരിനെ വലിയ കൂറിൻ്റെ മേലെ ഇങ്ങനെ നോക്കും. അന്ന് ആ പെണ്ണിന് സ്വസ്ഥ എടുക്കാത്ത ചെങ്ങായി അല്ലേച്ച് ഇങ്ങനെ നോക്കും. അങ്ങനെ ഞാൻ ഓളെ എഴുത്തിയോടൊക്കെ കാര്യം പറഞ്ഞു. സംഗതി ഇങ്ങനെ ആണ് സംഗതി. ഓളോട് സത്യം പറഞ്ഞല്ലോ, എൻ്റെ അത് കായില്ല കയ്യിൽ. ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ അവർക്കൊക്കെ അങ്ങനെ മനസ്സിലായി. പക്ഷെ എനിക്ക് അള്ളാൻ്റെ ആ കാവലുണ്ടല്ലോ, അത് വല്ലാത്തൊരു കാവൽ തന്നെയാണ്. എന്ന് നമ്മൾ ഒന്നും ഇല്ലെങ്കിലും നമ്മൾ എപ്പോഴും ഏത് മതത്തിലായാലും നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.